ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതിയുമായി വീണ്ടും രംഗത്തെത്തിയിട്ടുള്ളത്. മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. 2019 പ്രതിഷേധങ്ങൾക്ക് ശേഷം മരവിപ്പിച്ച പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള തീരുമാനം ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അറിയിച്ചത്. ഭരണഘടനാ നിർമ്മാതാക്കൾ അയൽരാജ്യങ്ങളിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ വാക്ക് നരേന്ദ്രമോദി പാലിച്ചിരിക്കുന്നുവെന്ന് അമിത് ഷാ അവകാശപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന, പാഴ്സി വിഭാഗങ്ങളിലെ അഭയാർത്ഥികൾക്കാവും പൗരത്വം നൽകുന്നത്. 2014 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് പൗരത്വം കിട്ടും. ജില്ലാ ഉന്നതാധികാര സമിതികളാണ് അപേക്ഷ പരിഗണിച്ച് പൗരത്വം നൽകേണ്ടത്. ജില്ലാ സമിതിയിലെ അംഗങ്ങളെ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും. പൗരത്വ സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായും ആവശ്യപ്പെടുന്നവർക്ക് നേരിട്ടും നൽകും. കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തുകയാണ്. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി ഒട്ടേറെ പ്രതിഷേധങ്ങളാണ് ഇതിനു മുൻപും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അരങ്ങേറിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതു മുതൽ രാജ്യവ്യാപക ചർച്ചയ്ക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയ വിഷയമാണ് പൗരത്വ ഭേദഗതി ബില്ല്. 2019 ഡിസംബർ 9 ബില്ല് ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുകയും പാസാക്കുകയും ചെയ്തു. 2019 ഡിസംബർ 11 രാജ്യസഭ പൗരത്വ ഭേദഗതി നിയമം പാസാക്കുന്നത്. രാജ്യസഭയിലെ 125 MPമാർ ബില്ലിനെ അനുകൂലിച്ചും 99 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഡിസംബർ 12 രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബില്ലിൽ ഒപ്പുവെച്ചു. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അതിവേഗം പൗരത്വം നൽകാൻ പൗരത്വ ഭേദഗതി ബില്ലിൽ പറയുന്നു. ഹിന്ദു വിഭാഗം, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ എന്നിങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് പൗരത്വം നൽകുക. അനധികൃത കുടിയേറ്റത്തിന് തടയിടാനും ബില്ല് ലക്ഷ്യമിടുന്നുണ്ട്. എങ്കിലും പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്ന ഷിയ, അഹമ്മദിയ തുടങ്ങിയ മുസ്ലിം വിഭാഗങ്ങളെ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തെ ഏത് സംസ്ഥാനത്തും താമസിക്കാനാകും. കുടിയേറ്റക്കാരെ സംസ്ഥാന ഭേദമില്ലാതെ രാജ്യം മുഴുവൻ അംഗീകരിക്കും. കഴിഞ്ഞ 14 വർഷങ്ങളിൽ 11 വർഷം ഇന്ത്യയിൽ താമസിച്ച ആളുകൾക്ക് നിലവിൽ ഇന്ത്യൻ ഭരണഘടന പൗരത്വം നൽകുന്നുണ്ട്. മാതാപിതാക്കളോ അവരുടെ മുൻ തലമുറയോ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും ഇന്ത്യൻ പൗരത്വം നൽകുന്നുണ്ട്. അതേസമയം പൗരത്വ നിയമ ഭേദഗതി അംഗീകരിക്കാനാകില്ലെന്ന് നടനും തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനുമായ വിജയ്, മതമൈത്രി നിലനിൽക്കുന്നിടത്ത് ഭിന്നിപ്പിനുള്ള ശ്രമമാണ് CAA നടപ്പാക്കുന്നതിലൂടെ ഉണ്ടാകുന്നതെന്ന് വിജയ് പ്രതികരിച്ചു. തമിഴ്നാട്ടിൽ CAA നടപ്പാക്കില്ലെന്ന് ഉറപ്പു നൽകണമെന്നും വിജയ് ആവശ്യപ്പെട്ടു. പാർട്ടി രൂപീകരിച്ച ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ പ്രതികരണമാണ് CAA വിഷയത്തിൽ വിജയ് നടത്തുന്നത്. അതിനിടെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലും നടപ്പാക്കേണ്ടി വരുമെന്ന് നടനും തൃശൂരിലെ NDA സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് CAA അനിവാര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്നായാലും വരേണ്ടത് തന്നെയാണ്, അത് വന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനതയുടെയും ആവശ്യമാണ്, അത്യാവശ്യവുമാണ്. അത്യധികമായി നടപ്പിലാക്കാൻ പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അതിന് CAA അനിവാര്യമാണ്. ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ് എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു.